കേക്ക് മുറിക്കാനോ സർപ്രൈസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറൈറ്റിക്ക് ഇന്ന് കൊടുക്കാം. ഇതാണ് മോതിരം. നമ്മള് കേക്ക് മേടിച്ചു. അമ്മക്ക് കേക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം. ഹാപ്പി ബർത്ത്ഡേ അമ്മേ, കണ്ടോ? ഓക്കെ, ഞാനിതിങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് അമ്മ കാണുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടന്നാ മതിയായിരുന്നു. കുക്കിംഗ് അല്ലാതെ അമ്മയ്ക്ക് വേറൊരു സ്കില്ലും കൂടി ഉണ്ട്. അമ്മയുടെ സ്കില്ലാണ് ബോട്ടിൽ ആർട്ട്. അനുവേട്ട എനിക്ക് ഇച്ചിരി മുടിക്കയർ വേണം. അപ്പൊ അച്ഛൻ പറഞ്ഞു അതിനടി പെണ്ണേന്ന് ചോദിച്ചു. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ കാണുന്നത് ഇവനോട് പറഞ്ഞാൽ പിന്നെ പത്രത്തിൽ കൊടുക്കുന്ന അതിലും നല്ല. ഹായ് ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇത് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞൂടാ. കൊളായാലും നന്നായാലും എല്ലാം ഞാനും കുട്ടാപ്പി ചേട്ടന് മതിയേക്കും അല്ലേ? യെസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ 17-ാം തീയതി, ഡിസംബർ 17-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് ഡിസംബർ 14-ാം തീയതി. 17-ാം തീയതി എനിക്കൊരു ഷൂട്ട് ഉണ്ടെന്ന്. എനിക്ക് കേക്ക് മുറിക്കാനോ സർപ്രൈസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറൈറ്റിക്ക് ഇന്ന് കൊടുക്കാം. ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കേക്ക് വാങ്ങണം. പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരെ കൂട്ടണം. അതൊക്കെ സെക്കൻഡറി. നമുക്ക് കേക്ക് വാങ്ങണം, അതാണ് മെയിൻ. അപ്പോ കേക്ക് വാങ്ങാനായിട്ട് പൊക്കോണ്ടിരിക്കുക. ഏറ്റുമാനൂരിൽ ഞങ്ങൾ കേക്ക് വാങ്ങുന്നേ. ഓക്കെ, ഇനിയെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇനിയെല്ലാം നടക്കുന്ന പോലെ. എന്താ നടക്കാൻ അമ്മ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഗിഫ്റ്റ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. നല്ല ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം നല്ല ഗിഫ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങുന്നത് ആദ്യമായിട്ടാ അല്ലേ കുട്ടാപ്പി? അതെ അതെ, നമ്മൾ രണ്ടും, ഞാനും കുട്ടാപ്പി കഷ്ടപ്പെട്ടു. കാരണം അമ്മ അറിയാതെ എങ്ങോട്ടെങ്കിലും പോവുക എന്നുള്ളതൊക്കെ വലിയ ചടങ്ങാന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും അമ്മ അറിയുമല്ലോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടാ പോവാ. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ കക്കാൻ പോകുന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ ഞാൻ ഗിഫ്റ്റ് കാണിച്ചിടാം. ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക്. ഇതെങ്ങനെ തുറക്കുക? ഒന്ന് തുറന്നിട്ടാ ഇവിടെ ഓക്കെ, ഇതാണ് മോതിരം. നല്ല മോതിരാട്ടോ, നല്ല ഭംഗിയാ കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട മോതിര. അമ്മയ്ക്ക് മോതിരം ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും, അതെനിക്കറിയാം. ഞെട്ടിപ്പോവും എന്ന് വെച്ചാൽ അമ്മ തീരെ പ്രതീക്ഷിക്കത്തില്ല. അമ്മയ്ക്ക് ഞാൻ ബർത്ത്ഡേക്ക് ചുരിദാർ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞേ. അങ്ങനെ ചുരിദാർ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മ ഒരിക്കലും മോതിരം എക്സ്പെക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഞെട്ടാ. എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് അമ്മ എന്ത് ചെയ്യും, കണ്ടു കഴിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ കേക്ക് മേടിച്ചു. അമ്മയ്ക്ക് കേക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം എന്ന് വെച്ചാൽ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു കേക്ക് മേടിക്കുന്ന പൈസക്ക് എനിക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു തരണം എന്ന് പറഞ്ഞു. കാരണം കേക്ക് അത്ര ഇഷ്ടമല്ല പാർട്ടിക്ക്. പക്ഷെ എനിക്ക് ബർത്ത്ഡേ ആകുമ്പം ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും എനിക്ക് കേക്ക് മുറിച്ചാലേ അത് ഇന്ന് ഇവരുടെ പിറന്നാളായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നും. അതുകൊണ്ട് എന്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ മേടിച്ച കേക്കാണിത്. ഹാപ്പി ബർത്ത്ഡേ അമ്മേ, കണ്ടോ? എനിക്കറിയത്തില്ല ഇത് എന്നാ ചെയ്യേണ്ടതെന്ന്. ഇതിങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. മണിയനാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ഈ സർപ്രൈസ് വീഡിയോയുടെ. ഞാൻ ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങളുടെ മണിയൻ സാമിയായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാനിതിങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് അമ്മ കാണുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം. എനിക്ക് എല്ലാവരും ഉള്ളതാ. ഇനി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക് ആവും. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എനിക്കൊരു വെഗിളി വരും. അയ്യോ, എന്റെ കേക്ക് കാണുമോ? മണിയപ്പോ അമ്മയുടെ വീട്. ഇതെന്നാണെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ പറയാം. Happy birthday to you. Yo അയ്യോ അമ്മ, എനിക്ക് ചങ്കിടിക്കുന്നേ നിലത്ത് വീഴും. ഇതമ്മ മേടിക്കണം. ഇവിടെ വെക്കാം. എന്നെ വെറാന്ന് പറയുന്നു. എനിക്ക് എപ്പോഴും അറിയായിരുന്നു രേഖ ഓവറാക്ട് ചെയ്ത് കൊളാക്കുമെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് മുഖം കാണാൻ അയ്യോ, പക്ഷെ എങ്ങനെയുണ്ട്? നമ്മ പ്രതീക്ഷിച്ചോ? അമ്മ അതെന്താന്ന് വെച്ചാൽ എനിക്ക് 17-ാം തീയതി ഷൂട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ബർത്ത്ഡേ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ആരും പറഞ്ഞില്ലേ? ഹാപ്പി ബർത്ത്ഡേ.
അച്ഛൻ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മേ. ചെവിക്കാത്തോണ്ട് വരല്ലേ. ഓക്കെ, ഇനി ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് തരട്ടെ. ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി. അതെന്നാ പരിപാടിയാടി? നീ എന്നെ കൊണ്ട് പോകണല്ലോ. അമ്മയും കൂടെ പോയി ചുരിദാർ എടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നേ, പക്ഷെ അല്ലാതെ ഞാൻ പോയി ഗിഫ്റ്റ് വാങ്ങി ഓൾറെഡി. അമ്മ നോക്കി മനസ്സിലായില്ല. കണ്ടോ എന്റെ അധ്വാന ഫലം. ഞാനൊരു സ്വർണ്ണ അരഞ്ഞാണോ അതെന്റെ വാങ്ങിയാണ്. മുക്ക് കൊണ്ടോ ഞാൻ വിചാരിച്ച അമ്മ എങ്ങനെ ഇത് ഗസ് ചെയ്യുമോന്ന്. പെട്ടെന്ന് ചിറ്റിയോട് പറഞ്ഞപ്പോഴേ എനിക്കിതായിരുന്നു പെട്ടെന്നൊന്ന് മുറിച്ച് തീർത്താൻ വരുന്നത്. എനിക്കിത് കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നേ ഇല്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തീരെ പ്രതീക്ഷയില്ല. ഇത് അച്ഛ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ പ്ലാനിങ് മൊത്തം അച്ഛയായിട്ടായിരുന്നു. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, കണ്ടോ എന്റെ കൊച്ചു വാങ്ങിച്ചതെന്ന് കണ്ടോന്ന്. ആ കൊച്ചു മേടിച്ചത് കൊച്ചു തന്നെ പക്ഷെ പ്ലാനിങ്ങിന് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഇത് ആരോടും പറയാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നു. ഞാൻ അച്ഛയോടും അമ്മയോടും പറയാതെ ഇത്രയും പൈസ എന്റെ ജീവിതത്തിൽ എടുത്തിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് എന്ത് ചെയ്ത്, എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞേ അച്ഛൻ ഇങ്ങനെ കാര്യമാണെന്ന് ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ചു. അന്ന് എനിക്ക് പേടിയായിരുന്നു അച്ഛന് തെങ്ങാനും അമ്മയോട്. അച്ഛൻ ഒരു സ്വഭാവം ഉണ്ട്, അച്ഛൻ സർപ്രൈസ് അല്ല, അച്ഛൻ എന്ത് സർപ്രൈസ് ഉണ്ടെങ്കിലും പറയും. പക്ഷെ ഞാൻ ഇത് അത്ര കരഞ്ഞു പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു അച്ഛൻ അമ്മയോട് അത് പറഞ്ഞില്ല. പക്ഷെ നല്ലതായിരുന്നു. ഞാൻ 2000 കടം വാങ്ങിയിട്ടുണ്ട്. അഞ്ചാം ചേട്ടനോട്. അഞ്ചാം ചേട്ടനാണ് മാസ്റ്റർ ബ്രെയിൻ. അഞ്ചാം ചേട്ടൻ എനിക്ക് കട സെറ്റാക്കി തന്നത്, പോകുന്ന സ്ഥലം അവരെ വിളിച്ച് പറഞ്ഞ് എന്നെ സേഫ് ആയിട്ട് അവിടെ എത്തിച്ച് നോക്കിയെടുത്ത് തന്ന് എല്ലാം. ഞാൻ മോഡൽ നോക്കി കൊടുത്തോളാം. അഞ്ചാം ചേട്ടൻ റെഡിയാക്കി തന്നെ. അഞ്ചാം ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അച്ഛൻ ഈ സർപ്രൈസ് പറയാതിരുന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. എനിക്ക് മോതിരം കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ഒരു കേക്കും കൂടെ മേടിക്കും അമ്മയ്ക്ക് വേണ്ടി. എനിക്ക് സർപ്രൈസ് മതിയായി. എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് സർപ്രൈസ് വിറയ്ക്കുക. അവർക്ക് പരീക്ഷ, അവർക്ക് വേണ്ടി ഒരു കേക്കും കൂടെ മുറിക്കും, പ്രോമിസ്. ഓക്കെ, അതുകൊണ്ടാട്ടോ അവരില്ലാഞ്ഞത്. അവര് കരാട്ടയ്ക്ക് പോയിരിക്കും. അതെ, ഓക്കെ. ഇനി ഞങ്ങള് മധുരം മീനസ് മമ്മി വരും മോതിരം വെക്കിട്ട്. നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. നമ്മള് കാപ്പി, നമ്മള് ബൺമസ്ക. സോറി, അതെനിക്ക് അറിയില്ല. പക്ഷെ ആ മോതിരം എങ്ങനെയുണ്ട്? സൂപ്പർ, കാണാൻ അതിന്റെ റെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മൾട്ടി കളർ ഉണ്ടായിരുന്നു. അമ്മക്ക് ഏതായിരുന്നു ഇഷ്ടം? നല്ല രസമുണ്ട്, കൈയിലിട്ട് നല്ല ഇണക്കമുണ്ട്. നമ്മളിപ്പോ ബർത്ത്ഡേ ഗേളിന്റെ കേക്ക് തിന്നോണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇത്രയും വഴക്ക് നടക്കുന്നത്. ഇതെന്റെ സ്പൂണാ, ഷുഗർ കാട്ട്. എന്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ അമ്മ ഇന്ന് ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ 2 വാക്ക് സംസാരിച്ചില്ല. കാരണം അമ്മ ജനിച്ചില്ല, ഞാൻ ജനിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്റെ അമ്മയാണ് എന്റെ നെടും തൂണ്, എന്റെ നട്ടൽ എന്റെ അമ്മയാണ്. ഇത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ അമ്മ എന്നുള്ളതൊക്കെ അച്ഛനാക്കും. അമ്മയാണ് എന്റെ എല്ലാ. അത് പക്ഷെ സത്യത്തിൽ എന്റെ അമ്മ എന്റെ എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടം. അമ്മ ആക്ച്വലി എന്റെ മോളാ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അമ്മ എന്റെ മോളാ. ഞാൻ അമ്മ അങ്ങനെ ചൊല്ലി നോക്കും. അയ്യോ അമ്മ ഇന്ന് അമ്മയുടെ സന്തോഷം. അമ്മയെ പറ്റി 2 വാക്ക്. ഇതാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കം അമ്മയുടെ നാത്തൂൻ കം അമ്മയുടെ പെണ്ണ്. ആ കമ്മ അനിയത്തി എന്ന് പറയുമായിരുന്നു. നാത്തൂനല്ലേ അപ്പൊ നിങ്ങള്? നാത്തൂന്ന് വെച്ചാൽ ആരാ പിന്നെ? അയ്യോ, എനിക്ക് ടെക്നിക്കൽ വേർഡ് അറിയാത്തത് കൊണ്ടാ. അമ്മയുടെ നാത്തൂനല്ല, വെറും സിസ്റ്റർ. രീത പറഞ്ഞോളൂ. കിട്ടിയില്ലായിരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തേ? അതെ, അത്രയ്ക്ക് നല്ല ഒരു മുത്ത് പോലത്തൊന്ന്. നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒരാളെ കൊന്നിട്ട് വന്നാലും സാരടാ
പോട്ടെ രഞ്ജു, അത് കുഴപ്പമില്ല മോളെ, നമുക്ക് നോക്കാം, അത് മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ആളാണ് അമ്മ. നാളെ ചിത്ത കൊച്ചത്തിന്. പക്ഷേ അങ്ങനെ കൊന്നിട്ട് വന്നാലും അമ്മ കൂടെ നിൽക്കും, പ്രത്യേകിച്ച് രീതിയുടെ കൂടെ അമ്മ നിൽക്കും. അത് ശരിയാണ്. ഇനി നമ്മൾ ഈ ബർത്ത്ഡേ ഗേളിന് വേറെ പല സ്കിൽസ്, നമ്മളിപ്പോ പറഞ്ഞു കുക്കിംഗ് എന്ന്, പക്ഷെ കുക്കിംഗ് അല്ലാതെ അമ്മയ്ക്ക് വേറൊരു സ്കില്ലും കൂടി ഉണ്ട്. അമ്മയുടെ സ്കില്ലാണ് ബോട്ടിൽ ആർട്ട്. എന്നെ തടയരുത്. അതെ, ഫൈനലി വി ആർ റിവീലിംഗ് ദിസ്. ഒരു ദിവസം രാത്രി ആയപ്പോ, ഒരു സന്ധ്യ നേരമായപ്പം ഞങ്ങൾ എല്ലാരും ഇരിക്കും. അച്ഛൻ കിട്ടാത്തോണ്ടാ ഇത് പൂർത്തിയാവാനുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ നിൽക്കായിരുന്നു. അപ്പൊ അമ്മ പെട്ടെന്ന് അച്ഛനോട് അനുവേട്ട എനിക്ക് മുടിക്കയർ എന്നല്ലേ പറയാ, അനുവേട്ട എനിക്ക് ഇച്ചിരി മുടിക്കയർ വേണം. അപ്പൊ അച്ഛൻ പറഞ്ഞു അതിനടി പെണ്ണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് മുടിയെ കെട്ടാനോ? അപ്പൊ ഞാൻ മുടിക്കയറെന്ന് വിചാരിക്കുന്നത് എന്തോ മുടിയിൽ കെട്ടുന്ന സാധനം. അപ്പൊ അമ്മ പറഞ്ഞു അതല്ല, എനിക്കൊരു കാര്യം ചെയ്യാനോ. ഒന്നും തുറന്നു പറയുന്നില്ല. എല്ലാരും ഒന്നടങ്കം, വട്ടംപറമ്പെ കുടുംബം ഒന്നടങ്കം ചോദിച്ചു എന്തിനാണ് രമ്യ മുടിക്കയർ. പക്ഷെ അന്നേ ദിവസം രാത്രി അമ്മ അത് പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാണുന്ന ഇതായിരുന്നു. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അമ്മ തന്നെ സ്പെഷ്യൽ ഡിഷ് ഇതാണ്, മയണൈസ് ചിക്കൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛന് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിൽ അതിനെ പറ്റി പറയും. ഏതൊരു പുരുഷന്റെയും ജീവിതത്തിൽ പറയട്ടെ, ഒരു വിജയത്തിന് വേണ്ടി ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നത്. എന്റെ വിജയത്തിന് പിന്നിൽ ഇപ്പൊ പിന്നിൽ കണ്ടോ, അച്ഛന്റെ വിജയത്തിന് പിന്നിൽ ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം. അപ്പൊ ഞാൻ അച്ഛന്റെ വിജയം, അച്ഛന്റെ പിന്നിൽ അമ്മ കണ്ടോ, അച്ഛന്റെ വിജയത്തിന് പിന്നിലുള്ള സ്ത്രീ കണ്ടോ. എല്ലാത്തിനും കാരണക്കാരി ആരാ? അമ്മ. അമ്മ. പിന്നെ എന്തെങ്കിലും സ്നേഹത്തെ പറ്റി ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. പിന്നെ ഭക്ഷണത്തെ പറ്റി എന്തെങ്കിലും? എനിക്ക് ഭക്ഷണം തന്നെ നിലനിർത്തുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാകും. നല്ല എനിക്ക് രുചികരമായ എന്റെ രുചി. ഇപ്പൊ എന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം നീ എന്നെ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയില്ലേ? സ്ഥലം പറയുന്നത് സ്ഥലത്ത് കൊണ്ടുപോയി കൂണും അങ്ങനെയുള്ള സാധനമൊക്കെ കലക്കി തന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് കപ്പയും മീനും എനിക്ക് ഭാര്യ ഉണ്ടാക്കി തരും. ആ കടക്കാരനോട് പറഞ്ഞ അമ്മ നല്ലൊരു നമ്മുടെ ഉണ്ടക്കൈ നല്ല രസം. എന്നോട് പണ്ടൊരു ഡയറക്ടർ പറഞ്ഞിരിക്കുന്നുണ്ട്, അറിയാം കൊച്ചെ നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് ഡാൻസ് കളിക്കാൻ, ഡാൻസിന്റെ പ്രാക്ടീസ് ചെയ്യണമെന്ന്, കാരണം ഷൂട്ടുള്ള വ്യത്യാസം പരീക്ഷയാണ്. ഞാൻ ചെല്ലാന്നൊക്കെ പറഞ്ഞു. സംഭവം ഇത്രേ ഉള്ളൂ, അമ്മ വിജയിച്ചു പതിവ് പോലെ. കൊണ്ടുപോയി നടക്കുകയായിരുന്നു, കാരണം എനിക്ക് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയായിരുന്നു. അപ്പൊ എന്നെ നടന്നെന്നറിയോ കൊച്ചെ, ഒരു സംഭവം കുഴപ്പമില്ല. അന്നേരം ആ പുള്ളി എന്നോട് പറഞ്ഞു അനൂപ് ഒരു സിംഹമാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അറിയാവുന്ന അനൂപ് ഒരു സിംഹമാണ്. കാരണം അതതിന്റെ സിംഹത്തിന്റെ പ്രത്യേകത ഉണ്ട്, അത് അതിന്റെ ഇണയെ മാത്രമേ അനുസരിക്കൂ. സിംഹണി പറയുന്നത് മാത്രമേ സത്യമാണ്. പണയം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ കമ്പനിയെ. എന്റെ ഭാര്യ എന്നോട് ഒന്ന് പറയും പ്രണയമാണ് കണ്ണിൽ. അപ്പൊ ഞാൻ പറയും പണയമാണ് മുന്നില്ല. നല്ലായിരുന്നു. പക്ഷെ ഇത് ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസം. അമ്മക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് തരുന്ന ആരാ? എന്തോ ആരാമേ? ഞാൻ അമ്മക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം മേടിച്ചെന്നാരാ? അല്ല എനിക്ക് കൂടെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ സർപ്രൈസുകളോടോ അല്ലാതെ ഇങ്ങനത്തെ ബർത്ത്ഡേ അങ്ങനത്തെ ആഘോഷങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. ആർക്ക്? അച്ഛന്, ഈ മനുഷ്യന്. അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. പിന്നെ നീ ഉണ്ടായി കഴിഞ്ഞപ്പോ നിനക്ക് ഇങ്ങനെ ഞാനാണിങ്ങനെ ഓവറാക്കുന്നത്. അല്ല ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്. അതുകൊണ്ട് നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ സർപ്രൈസ് തരാനായിട്ട് കുഞ്ഞിലെ മുതലേ ഞാൻ എനിക്ക് എല്ലാ സർപ്രൈസ് അമ്മയാ തരുന്നത്. അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസ്, എനിക്ക് അങ്ങനെ വലിയ സർപ്രൈസുകളോടൊന്നും വലിയ അങ്ങനെ സംഭവമൊന്നും ഇല്ല. സംബന്ധിച്ച് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അമ്മ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്ത് പറ്റി ഈ സർപ്രൈസ് അച്ഛൻ വെളിയിൽ പറയാത്തത്? കാരണം വേറെ എന്തുമില്ല അച്ഛൻ ഒറ്റ കൊടുക്കുന്ന തന്നെ. ഞാൻ വിശ്വസിച്ചു. ഞാൻ അച്ഛൻ അറിയില്ല. അതാ ഞാൻ പറഞ്ഞ അച്ഛന് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതെ, ഇത് അത്തൂടിനൊഴി ഈ വീട്ടിൽ ഇത് എല്ലാവർക്കും അറിയാം. കാരണം ഇവനോട് പറഞ്ഞാൽ പിന്നെ പത്രത്തിൽ കൊടുക്കുന്ന അതിലും നല്ല. ഓക്കെ ഗായ്സ്,